എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ്. കഥയുടെ പേര് പരിയിലെടുക്കി, അതായത് മാലാഖയായ പെൺകുട്ടി. ലോറി ബി ഫ്രീഡ്മാൻ എഴുതിയ ഈ കഥ ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ് ഗുപ്തയാണ്. ഈ കഥ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ്. യുദ്ധം എത്ര ഭയാനകമാണെന്നും അത് മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നതെന്നും ഈ കഥ നമുക്ക് കാട്ടിത്തരുന്നു. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് ഒരു പ്രത്യേക അറിയിപ്പോടെയാണ്. സ്ത്രീകളും കുട്ടികളും വലതുവശത്തേക്കും പുരുഷന്മാർ ഇടതുവശത്തേക്കും പോകുക. എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വലിയ കൂട്ടം ആളുകളെ രണ്ടായി വിഭജിക്കുകയാണ്. ബൂട്ടുകളുടെ ശബ്ദം, തോക്കുകൾ ഉയരുന്നു, പട്ടാളക്കാരുടെ ആജ്ഞകൾ, ആളുകളുടെ നിലവിളികൾ, ആകെ ഒരു ഭീകരമായ അന്തരീക്ഷം. നമ്മുടെ കഥാനായകൻ ഹെർമൻ 11 വയസ്സുള്ള ഒരു കുട്ടിയാണ്. പ്രായത്തേക്കാൾ ഉയരമുണ്ടെങ്കിലും അവൻ ഒരു ചെറിയ കുട്ടിയാണ്. അവൻ പേടിച്ച് അവന്റെ അമ്മയുടെ മെലിഞ്ഞ ശരീരത്തിൽ കെട്ടിപ്പിടിക്കുകയാണ്. അമ്മേ, ഞാനും അമ്മയുടെ കൂടെ വരാം, അവൻ പതിയെ പറഞ്ഞു. പക്ഷേ അമ്മ അവനെ സഹോദരന്മാരുടെ അടുത്തേക്ക് തള്ളിമാറ്റിയിട്ട് ഒരു ട്രെയിനിന്റെ ബോഗിയിലേക്ക് നടന്നു പോവുകയാണ്. അമ്മയുടെ മുഖത്ത് എന്തു വികാരമായിരിക്കും? ദുഃഖമോ നിസ്സഹായതയോ? അമ്മയുടെ കണ്ണുകൾ നേരെ മുന്നോട്ടായിരുന്നു. ശരീരം ഉറച്ചതായിരുന്നു. തല ഉയർത്തിപ്പിടിച്ചിരുന്നു. പോകുന്നതിനു മുൻപ് അമ്മ ഹെർമനോട് പറഞ്ഞു, ഹെർമൻ, നീ ഒരു പുരുഷനാകാനുള്ള സമയമായിരിക്കുന്നു. കുട്ടികളെ, എന്തിനായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞത്? ഒരു 11 വയസ്സുകാരനോട് ഇത്രയും വലിയൊരു വാക്ക് പറയാൻ എന്തായിരിക്കും കാരണം? ഒരുപക്ഷേ ഇനി അവനെ സംരക്ഷിക്കാൻ താനുണ്ടാവില്ലെന്നും അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണമെന്നും അമ്മ ഓർമ്മിപ്പിക്കുകയായിരിക്കാം, അല്ലേ? അതായിരുന്നു ഹെർമൻ അവസാനമായി അവന്റെ അമ്മയെ കാണുന്നത്. ഓർത്തുനോക്കൂ, എത്ര സങ്കടകരമായൊരു നിമിഷമാണത്. അവന്റെ ഊഴം വന്നപ്പോൾ ഒരു ട്രെയിൻ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. ആ ട്രെയിൻ അവനെ കൊണ്ടുപോയി. ചൂടുള്ള ശരീരങ്ങളും ചൂടുള്ള കണ്ണുനീരും അവനെ പൊതിയുന്നുണ്ടായിരുന്നു. അവന്റെ മനസ്സ് മുഴുവൻ ഒരൊറ്റ വാക്കായിരുന്നു, അമ്മേ. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് അമ്മേ? ഞാൻ എന്തു ചെയ്യണം അമ്മേ? എന്നെ ആര് നോക്കും അമ്മേ? അവൻ മനസ്സിൽ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവൻ അമ്മയുടെ മറുപടിക്കായി കാത്തിരുന്നു. ട്രെയിൻ നിന്നപ്പോൾ ഒരു ഗാർഡ് വന്ന് അവന്റെ കയ്യിൽ പിടിച്ചു. അവനെ ഇരുട്ടിലേക്ക് ഇറക്കിവിട്ടു. രാത്രിയുടെ തണുത്ത കാറ്റിൽ വെടിയൊച്ചകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവന്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി പരിശോധിച്ചു. എന്നിട്ട് അവന് ഒരു യൂണിഫോമും ഒരു ജോലിയും കൊടുത്തു. ബാരക്കിലേക്ക് പോകൂ, ഒരു ഗാർഡ് അലറി. അവന്റെ കാലുകൾ മുന്നോട്ട് നീങ്ങി. പക്ഷെ അവന്റെ ശരീരം കണ്ണുനീരിനാൽ നിറഞ്ഞിരുന്നു. അവന്റെ ചുറ്റും പഴയ ഓർമ്മകളുടെ ചിത്രങ്ങൾ മിന്നിമറിഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ അമ്മ ഭക്ഷണം പാകം ചെയ്യുന്നത്, അച്ഛൻ പിയാനോ വായിക്കുന്നത്, അവന്റെ നായക്കുട്ടി അവന്റെ അരികിൽ ചേർന്നിരിക്കുന്നത്. ഹോ, എത്ര മനോഹരമായ ഓർമ്മകൾ! പക്ഷെ ഇപ്പോൾ അവൻ എവിടെയാണ്? ഒരു തടവറയിൽ. അവൻ തന്റെ സഹോദരനെ മുറുകെ പിടിച്ചു. എനിക്ക് വീട്ടിൽ പോകണം, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ സഹോദരൻ മറുപടി പറഞ്ഞു, ഇനി ഇതാണ് നമ്മുടെ വീട്. കുട്ടികളെ, എന്തുകൊണ്ടായിരിക്കും സഹോദരൻ അങ്ങനെ പറഞ്ഞത്? ആ തടവറയെ വീടെന്ന് വിളിക്കാൻ മാത്രം എന്ത് നിസ്സഹായാവസ്ഥയിലായിരിക്കും അവർ? ക്യാമ്പിലെ അവന്റെ ദിവസങ്ങൾ അതിരാവിലെയായിരുന്നു തുടങ്ങുന്നത്. അവർ വരിവരിയായി നിൽക്കും, മാർച്ച് ചെയ്യും. ഭക്ഷണമില്ല, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നുമില്ല, ജോലി മാത്രം. അവന്റെ കൈകളിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ടായിരുന്നു. വിശപ്പുകൊണ്ട് വയറു കരയുന്നു. ആദ്യം അവൻ എല്ലാം മറക്കാൻ ശ്രമിച്ചു. ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോൾ അവൻ തന്റെ വീട്ടിനടുത്തുള്ള പാർക്കിൽ കളിക്കുന്നതായി സങ്കൽപ്പിക്കും. വിശക്കുമ്പോൾ അമ്മയുടെ പാചകത്തെക്കുറിച്ച് ഓർക്കും. തണുക്കുമ്പോൾ ആ മരവിച്ച വിരലുകൾ തന്റേതല്ല, മറ്റാരുടേതാണെന്ന് സ്വയം പറയും. രാത്രിയിൽ അവന് സൂപ്പ് കിട്ടുമായിരുന്നു. പക്ഷേ അത് വെള്ളം പോലെയായിരുന്നു. അവനൊരു ഷെൽഫിലാണ് ഉറങ്ങിയത്. അവന്റെ മെലിഞ്ഞ ശരീരം നൂറുകണക്കിന് ആളുകൾക്കിടയിൽ ഞെരുങ്ങി. അവനു വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർമ്മ വന്നു. ഒരു തലയണ, ഒരു ടോയ്ലറ്റ്, ഒരു ടൂത്ത് ബ്രഷ്, പിന്നെ വലിയ കാര്യങ്ങളും. അമ്മ, എപ്പോഴും അമ്മ. അമ്മേ എന്നവൻ എല്ലാ രാത്രിയും ചോദിക്കും. എന്നിട്ടവൻ കാത്തിരിക്കും. തണുപ്പും ക്ഷീണവും വിശപ്പും പ്രതീക്ഷയുമായി അമ്മയെ കാത്തിരിക്കും. ഒരു രാത്രി അവന്റെ അമ്മ സ്വപ്നത്തിൽ വന്നു. വളരെ സൗമ്യമായി, ഉറച്ച ശബ്ദത്തിൽ അമ്മ പറഞ്ഞു, വിഷമിക്കരുത് ഹെർമൻ, ഒരു മാലാഖ വന്ന് നിന്നെ രക്ഷിക്കും. അങ്ങനെ അമ്മ സ്വപ്നത്തിൽ വന്നു പറഞ്ഞതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ പ്രത്യക്ഷപ്പെട്ടു. ആര്? നമ്മുടെ പരിയിലടുക്കി മാലാഖയായ പെൺകുട്ടി. അവൾ തിളങ്ങുന്നുണ്ടായിരുന്നു, പ്രകാശിക്കുന്നുണ്ടായിരുന്നു. അവൾ ക്യാമ്പിന്റെ വേലിയുടെ അപ്പുറത്തായിരുന്നു.
ഹെർമൻ അവളുടെ അടുത്തേക്ക് പോയി. അവന്റെ മാലാഖയായ പെൺകുട്ടി യഥാർത്ഥമായിരുന്നു. നിന്റെ കയ്യിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? അവൻ പതിയെ ചോദിച്ചു. ആ പെൺകുട്ടി തലയാട്ടി. അവർ രണ്ടുപേരും ഗാർഡുമാരെ ശ്രദ്ധിച്ചുകൊണ്ട് കാത്തുനിന്നു. കാരണം ഒരു ചെറിയ തെറ്റുപറ്റിയാൽ എന്താകും? മരണം. അവന്റെയും അവളുടെയും. പട്ടാളക്കാർ കണ്ടാൽ രണ്ടുപേരെയും വെടിവെച്ചു കൊല്ലും. എന്തൊരു ധൈര്യമാണ് ആ പെൺകുട്ടിക്കല്ലേ? ഗാർഡുമാരുടെ ശ്രദ്ധ മാറിയപ്പോൾ അവൾ വേലിക്ക് മുകളിലൂടെ ഒരു ആപ്പിൾ എറിഞ്ഞുകൊടുത്തു. ഹെർമന്റെ വിരലുകൾ ആ ആപ്പിളിന് ചുറ്റും മുറുകി. നിശബ്ദമായി, നന്ദിയോടെ, നാളെ, ആ മാലാഖ പതിയെ പറഞ്ഞു. അടുത്ത ദിവസവും ആ പെൺകുട്ടി വന്നു. അതിനടുത്ത ദിവസവും. അവൾ എല്ലാ ദിവസവും വരും, കാത്തുനിൽക്കും, ആപ്പിൾ എറിഞ്ഞു തരും. ഹെർമനും ആ പെൺകുട്ടിയും അധികം സംസാരിച്ചിരുന്നില്ല. അവൾ ദയയും ധൈര്യവുമുള്ള ഒരു കർഷക പെൺകുട്ടിയാണെന്ന് മാത്രം അവനറിയാമായിരുന്നു. അവളുടെ പേരെന്താണ്? അവൾ എന്തിനാണ് സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവനെ സഹായിക്കുന്നത്? അവനൊന്നും അറിയില്ലായിരുന്നു. യുദ്ധം നീണ്ടുപോയി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ക്യാമ്പിൽ രോഗവും പട്ടിണിയും നിറഞ്ഞു. ഒരുപാട് പേർ മരിച്ചു. പക്ഷേ നമ്മുടെ ഹെർമനെ അവന്റെ പരിയിലടുക്കി ഭക്ഷണം നൽകി സഹായിച്ചു. അവൾ അവന് പ്രതീക്ഷ നൽകി. ഒടുവിൽ യുദ്ധം അവസാനിച്ചു. ഒരുപാട് പേർ മരിച്ചെങ്കിലും ഹെർമൻ ജീവനോടെ ഉണ്ടായിരുന്നു. അവൻ സ്വതന്ത്രനായി. അവൻ അവസാനമായി ആ വേലിയുടെ അടുത്തേക്ക് പോയി. അവൾ അവിടെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. നീ എന്റെ മാലാഖയായ പെൺകുട്ടിയാണ്, അവൻ ആ മുള്ളുവേലിക്കിടയിലൂടെ പറഞ്ഞു. അവളുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീരവൻ കണ്ടു. യുദ്ധത്തിനു ശേഷം ഹെർമൻ സഹോദരന്മാരുടെ കൂടെ ഇംഗ്ലണ്ടിലേക്ക് പോയി. അവൻ ക്യാമ്പിൽ നിന്ന് സ്വതന്ത്രനായിരുന്നു. പക്ഷേ അവൻ അവന്റെ ഭൂതകാലത്തിന്റെ തടവുകാരനായിരുന്നു. യുദ്ധം, ക്യാമ്പ്, അമ്മ, അവന്റെ പഴയ ജീവിതം, അവന്റെ മാലാഖയായ പെൺകുട്ടി, ഈ ഓർമ്മകൾ അവന്റെ മനസ്സിനെ വേട്ടയാടി. അവൻ ജോലി ചെയ്തു, പഠിച്ചു, ഭൂതകാലത്തെ മറക്കാൻ ഒരുപാട് ശ്രമിച്ചു. ഒരു യുവാവായപ്പോൾ അവനൊരു പുതിയ ജീവിതം തുടങ്ങാനായി അമേരിക്കയിലേക്ക് പോയി. ന്യൂയോർക്കിലെല്ലാം പുതിയതായിരുന്നു. പക്ഷേ പഴയ ജീവിതത്തിന്റെ ഓർമ്മകൾ അവനെ വിടാതെ പിന്തുടർന്നു. തനിക്ക് എന്താണ് ലഭിച്ചതെന്നും എന്താണ് നഷ്ടപ്പെട്ടതെന്നും അവൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. അവൻ അമ്മയെക്കുറിച്ച് ഒരുപാട് ഓർക്കുമായിരുന്നു. ഒരു രാത്രി അമ്മ വീണ്ടും അവന്റെ സ്വപ്നത്തിൽ വന്നു. വർഷങ്ങൾക്കു മുൻപ് ക്യാമ്പിൽ വെച്ച് കണ്ട അതേ സ്വപ്നം. വിഷമിക്കരുത്, ഹെർമൻ നിന്നെ എന്റെ മാലാഖയായ പെൺകുട്ടി വന്ന് രക്ഷിക്കും. 2 ദിവസത്തിനു ശേഷം ഒരു സുഹൃത്ത് അവനെ ഒരു വിരുന്നിന് ക്ഷണിച്ചു. അവിടെ ഒരു പെൺകുട്ടി വരുമെന്നും അവൻ അവളെ ഇഷ്ടപ്പെടുമെന്നും സുഹൃത്ത് പറഞ്ഞു. അവനവളെ കണ്ടപ്പോൾ ഇഷ്ടമായി. അവളൊരു നേഴ്സായിരുന്നു. ദയയും ബുദ്ധിയുമുള്ള ഒരു നേഴ്സ്. അവളുടെ പച്ചക്കണ്ണുകളിൽ ജീവൻ തുടിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ അവനൊരു പരിചയം തോന്നി. അവൾ അവളുടെ പേര് റോമ എന്നാണെന്ന് പറഞ്ഞു. അവൾ അവളുടെ ഭൂതകാലത്തെക്കുറിച്ചും യുദ്ധകാലത്തെ ജീവിതത്തെക്കുറിച്ചും സംസാരിച്ചു. അവൾ ഒരു ഫാമിലാണ് ജോലി ചെയ്തിരുന്നത്. കുടുംബത്തിന്റെ യഥാർത്ഥ പരിചയം മറച്ചുവെക്കാൻ ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു അവൾ. ആ ഗ്രാമം ഹെർമൻ അറിയാമായിരുന്നു. ഞാൻ അവിടെ ഒരു ക്യാമ്പിൽ തടവുകാരനായിരുന്നു, ഹെർമൻ റോമയോട് പറഞ്ഞു. അപ്പോൾ റോമ പറഞ്ഞു, ഞാൻ ആ ക്യാമ്പിലെ ഒരു കുട്ടിക്ക് എല്ലാ ദിവസവും ആപ്പിൾ കൊണ്ടുപോയി കൊടുത്തിരുന്നു. അവൾ എങ്ങനെയാണ് എല്ലാ ദിവസവും ആ വേലിക്കെടുത്തു പോയതും മാസങ്ങളോളം അത് തുടർന്നതുമെന്ന് വിവരിച്ചു. ഹെർമൻ ക്യാമ്പിൽ ആ മെലിഞ്ഞുണങ്ങിയ കുട്ടിയെക്കുറിച്ച് ഓർത്തു. അത് താനായിരുന്നല്ലോ. തന്നെ രക്ഷിക്കാൻ ഒരു മാലാഖ വരുമെന്ന വാക്ക് തന്ന അമ്മയെക്കുറിച്ചും അവൻ ഓർത്തു. ഇവളായിരിക്കുമോ വർഷങ്ങൾക്ക് മുൻപുള്ള എന്റെ ആ മാലാഖയായ പെൺകുട്ടി? ഡിന്നറിനു ശേഷം അവരിരുവരും ബീച്ചിലൂടെ നടന്നു. മണൽത്തരികൾ, കടലിലെ പത, അസ്തമയ സൂര്യൻ. അവൾ തന്നെയാണോ അതെന്ന് അവന് അറിയണമായിരുന്നു. റോമ, അവൻ ചോദിച്ചു, നീ ആപ്പിൾ കൊണ്ടുപോയി കൊടുത്തിരുന്ന ആ കുട്ടിയുടെ അവസാന വാക്കുകൾ നീ എന്റെ മാലാഖയായ പെൺകുട്ടിയാണെന്നായിരുന്നോ? റോമ പിഞ്ചിരിച്ചു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഹെർമൻ ഒരു തുള്ളി കണ്ണുനീർ കണ്ടു. നീ എന്റെ മാലാഖയായ പെൺകുട്ടിയാണ്, അവൻ റോമയോട് പതിയെ പറഞ്ഞു. ഞാൻ നിന്റെ ആൺകുട്ടിയുമാണ്. എങ്ങനെയുണ്ട് കഥ? ഒരു സിനിമാ കഥ പോലെയുണ്ടല്ലേ? വർഷങ്ങൾക്ക് ശേഷം അവർ കണ്ടുമുട്ടിയിരിക്കുന്നു. സ്നേഹത്തിനും ദയയ്ക്കും എത്ര വലിയ ശക്തിയുണ്ടെന്ന് ഈ കഥ നമുക്ക് കാട്ടിത്തരുന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാനായി 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.